എൻ്റെ പേര് സാബു ജേക്കബ്. ഞാൻ ഇടുക്കി ജില്ലയിൽ കുമളി അമരാവതി എന്ന സ്ഥലത്ത് ഇടവയിൽ വരുന്നു. ഞാൻ ആദ്യമായി ഈ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് ഞങ്ങളൊരു വേളാങ്കണ്ണി യാത്രയ്ക്ക് പോകുമ്പോൾ ഞങ്ങൾ പോയ ബസ്സിൻ്റെ സീറ്റിൽ കിടന്ന് കൃപാസനം എന്ന ഹെഡിങ്ങോട് കൂടി ഒരു പത്രം കാണുകയുണ്ടായി. അപ്പോൾ ഞാൻ ഈ പത്രം എടുത്ത് ബസ്സിൻ്റെ ബർത്തിൽ വെച്ചിട്ട് കാപ്പി കുടിക്കാൻ പോയി. തിരിച്ചു വന്ന് നോക്കിയിട്ട് പത്രം കാണാൻ പറ്റില്ല. ഞാനപ്പോൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്തപ്പോൾ അത് ആലപ്പുഴയിലാണെന്നൊക്കെ കണ്ടു. കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അറിയാനൊക്കെ യൂട്യൂബിലൊക്കെ നോക്കിയപ്പോൾ റോഡുകളാണ് ആദ്യം കാണാൻ സാധിച്ചത്. അപ്പോൾ റോഡുകൾ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് വേറെ ചിന്തയുണ്ടായിരുന്നു, കൂടുതൽ മാമ്പഴമുള്ള മാവിനെ ഏറെ കിട്ടുള്ളൂ എന്നുള്ളൊരു ചിന്തയുണ്ട്. അതുകൊണ്ട് ഇതിന് കൂടുതൽ അനുഗ്രഹങ്ങളുണ്ടല്ലോ എന്ന് കരുതി ഞാൻ കൃപാസനത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചു. അങ്ങനെ ഞാൻ 2019 ജൂലൈ മാസം ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് ആദ്യത്തെ ഒരു പുതുക്കലിന് ശേഷം കോവിഡ് വന്നു. കോവിഡ് കാരണം പിന്നെ ഉടമ്പടി തുടരാൻ സാധിച്ചില്ല. ഉടമ്പടി ഉഴപ്പിപ്പോയി. വീണ്ടും ഞാൻ 2022 വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കി. എനിക്ക് 12 വർഷമായി മദ്യപാനശീലം ഉണ്ടായിരുന്നു. മദ്യപാനശീലം വളരെ നല്ല രീതിയിലുണ്ടായിരുന്നു. ഞാൻ ഉടമ്പടി എടുക്കുവാനായിട്ട് തീരുമാനിച്ചപ്പോൾ തന്നെ മദ്യപാനശീലം പൂർണ്ണമായി നിർത്തുവാനായിട്ട് തീരുമാനിക്കുകയും മാതാവിൻ്റെ തൈലവും ഉടമ്പടി ഉപ്പും ഒക്കെ ഉപയോഗിച്ച് പ്രാർത്ഥിച്ച് ആ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെ 3 വർഷത്തോളമായി ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ മാതാവിനെ സഹായിച്ചു. രണ്ടാമതായി, ഞങ്ങൾ താമസിക്കുന്ന 20 വർഷമായി താമസിച്ചു വരുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് സ്വന്തമായ ഒരിടത്തിൽ വെള്ളത്തിന് സൗകര്യമില്ലായിരുന്നു. അയൽപക്കത്തുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ള സൗകര്യം ഉണ്ടെങ്കിലും അതൊക്കെ നമുക്ക് സ്ഥിരമായി കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഒത്തിരിയേറെ അസ്വസ്ഥത ഉണ്ടായിരുന്നു. ഈ കാര്യം ഉടമ്പടിയിൽ വെച്ചതുമില്ല. അപ്പോൾ വളരെ ദൂരം പോയി വെള്ളം ചുമന്നുകൊണ്ട് വേണം ആവശ്യത്തിനൊക്കെ ഉപയോഗിക്കാൻ. അങ്ങനെ കഴിഞ്ഞിരുന്ന സമയത്ത് ഈ ഒരു ആവശ്യം നമ്മുടെ മെയിൻ ആവശ്യമായി ഉള്ളിൽ കിടന്നിരുന്നു. 2022 ഈ ഉടമ്പടി എടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ ഞങ്ങൾക്ക് സൗജന്യമായി പഞ്ചായത്തിൽ നിന്നും വെള്ളത്തിൻ്റെ ഹൗസ് കണക്ഷൻ ലഭിക്കുകയും ഇപ്പോൾ ധാരാളം വെള്ളമുണ്ട് ബുദ്ധിമുട്ടിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിച്ചു. കഴിഞ്ഞ ജനുവരി മാസം ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഉടമ്പടി പുതുക്കാനായിട്ട് ബൈക്കിലാണ് കുമളിയിൽ നിന്ന് ഇവിടെ വന്നത്. വരുന്ന വഴിയിൽ വണ്ടിപ്പെരിയാറ്റിൽ വെച്ച് ഒരു കാറുമായി ബൈക്ക് ഇടിച്ചെന്ന് പറഞ്ഞാൽ ആ കാറിൻ്റെ സൈഡ് മിറർ എൻ്റെ ഈ വലത് കയ്യിൽ ഇടിച്ച് കാർ മുന്നോട്ട് പോയി. പക്ഷേ അന്നേരം ഉണ്ടായ ഒരു വേദനയില്ലാതെ ഒരു ആപത്ത് പോലും കൂടാതെ മാതാവ് സംരക്ഷിച്ചു. എനിക്ക് കുമളി ഒരു ബാങ്കിൽ 1 ലക്ഷം രൂപ ലോൺ ബാധ്യത ഉണ്ടായിരുന്നു. ആ ലോൺ എടുത്തതിന് ശേഷം എനിക്കത് അടച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ആ ബാങ്ക് ലോൺ ഫൈൻ അടിച്ച് അതിൻ്റെ നോട്ടീസ് വരുമ്പോൾ 1,62,200 രൂപ അടയ്ക്കുവാനുണ്ടായിരുന്നു. 50,000 രൂപ ബാങ്കിൽ അടച്ചു. അതിനുശേഷമാണ് 1,62,200 രൂപ ഫൈൻ സഹിതം എനിക്ക് വന്നത്. ഞാൻ ആ ഒരു ബാധ്യത വെച്ചുകൊണ്ട് ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആവശ്യം എഴുതി വെച്ചിരുന്നു. ഞാനിവിടെ ഉടമ്പടി എടുത്തു. 3 മാസം കഴിഞ്ഞ് ഇവിടെ വന്ന് പുതുക്കാനായി ഇവിടെ വരുമ്പോൾ എൻ്റെ ജോലി സ്ഥലത്ത് ബാങ്കിൽ നിന്ന് ആളുകൾ എന്നെ അന്വേഷിച്ച് വരികയും എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളോട് പറഞ്ഞു അയാൾ വരുമ്പോൾ ബാങ്കിലോട്ട് വരാൻ പറയണമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് ചെന്ന് പിറ്റേ ദിവസം ബാങ്കിൽ പോകാൻ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ബാങ്കിൽ നിന്ന് വീണ്ടും അവർ വന്നു എന്നോട് ബാങ്കിൽ ചെല്ലണമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരം തന്നെ ബാങ്കിൽ ചെന്നു. അവർ എന്നെ വിളിച്ചിരുത്തി എല്ലാം പരിശോധിച്ച് കഴിഞ്ഞിട്ട് 1,62,200 രൂപ ഉണ്ടായിരുന്ന ബാധ്യത 62,000 രൂപ 30 ദിവസത്തിനുള്ളിൽ അടയ്ക്കുവാണെങ്കിൽ അത് സെറ്റിൽ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഈ 62,000 രൂപ അടച്ച് ഞാൻ ആ ലോൺ സെറ്റിൽ ചെയ്യുകയും ചെയ്തു. ഞാൻ 12 വർഷം മുമ്പ് എൻ്റെ ഒരു ബൈക്ക് ഞാൻ വിറ്റ് ബൈക്കിൻ്റെ പേര് തന്നെയായിരുന്നു. പേര് മാറാൻ സാധിച്ചില്ല. അന്നത്തെ ഒരു സീരിയസ് ആയി ഞാൻ കേസ് എടുത്തില്ല. ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പേ എനിക്ക് ഇവിടെ തട്ടാരമ്പലം എന്ന സ്ഥലത്ത് വെച്ച് ആ ബൈക്ക് ഓടിച്ചിരുന്ന ആൾ ഫൈൻ അടിച്ച് പിടിച്ചു. ഒരു 6-7 ഫൈനോളം വന്ന് എനിക്ക് 5,500 രൂപ ഫൈൻ വന്നു. ഫൈൻ വന്നപ്പോൾ ഈ ബൈക്ക് എവിടെയാണെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം അത് ഒത്തിരിയേറെ കൈമറിഞ്ഞ് പോയിരുന്നു. ഞാൻ ആ ബൈക്ക് കൊടുത്ത ആളുടെ ഷോറൂം പോലും നിന്നുപോയി. അപ്പോൾ ഇത് എവിടെ നിന്ന് അന്വേഷിക്കുമെന്ന് എനിക്കൊരു ഉത്തരവും കിട്ടിയില്ല. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ബൈക്ക് ഒന്ന് കണ്ടെത്തുവാൻ എന്താ വഴിയെന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ഒത്തിരി താമസിയാതെ തന്നെ എൻ്റെ ഉള്ളിൽ ഇൻഷുറൻസ് എന്നൊരു തോന്നലുണ്ടായി. ഇൻഷുറൻസ് എന്ന് തോന്നിയപ്പോൾ ഞാൻ പെട്ടെന്ന് ചിന്തിച്ചത് എനിക്ക് അതിന് മുമ്പ് ഒരു ബൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ ആ ബൈക്ക് ഇൻഷുർ ചെയ്ത് എൻ്റെ ഫോൺ നമ്പറിലാണ്. അപ്പോൾ ഞാൻ ആ ഫോൺ നമ്പർ ഏത് കമ്പനിയിലാണ് ഇൻഷുർ ചെയ്തിരിക്കുന്നത് നോക്കി. ഇന്ത്യ ഇൻഷുറൻസ് ആണ്. ഞാൻ അടിമാലിയിലുള്ള ഹെഡ് ഓഫീസിൽ വിളിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന നമ്പറിലുള്ള ഒരു ബൈക്ക് അവിടെ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. ആ ഒരു ചെയ്ത ആളുടെ ഫോൺ നമ്പർ അഡ്രസ്സും തരണമെന്ന് പറഞ്ഞു. അവരുടനെ തന്നെ ആ നമ്പർ തരികയും ഞാൻ ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞപ്പോൾ ആ ബൈക്ക് 1 മാസത്തിന് മുമ്പേ ഈ നമ്പറുകാരൻ വിട്ടിരുന്നു. അപ്പോൾ ഞാൻ ആ ആളോട് പറഞ്ഞു എനിക്ക് ഈ ബൈക്ക് അത്യാവശ്യമായിട്ട് കണ്ടെത്തി തരണം, വലിയൊരു പ്രശ്നത്തിലാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ അരമണിക്കൂറിനുള്ളിൽ ഈ ബൈക്ക് കൊണ്ടുപോയ ആളെ എനിക്ക് നമ്പർ സഹിതം വിളിച്ചു തന്നു. ഞാൻ കായംകുളത്ത് നിന്ന് ആ ബൈക്ക് കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുന്നേ ബൈക്ക് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു. ഞങ്ങളിലൂടെയും ഒത്തിരിയേറെ മാതാവ് ബലപ്പെടുത്തുന്നുണ്ട്. ജീവിത സാഹചര്യങ്ങളിൽ ഒത്തിരിയേറെ വിഷമിക്കുന്ന ഘട്ടങ്ങളിലേക്ക് വചനം തന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. എനിക്ക് ഒത്തിരിയേറെ വചനത്തിൻ്റെ ശക്തിയാൽ പിടിച്ചു നിൽക്കുവാനുള്ള തൻ്റെ ഇടം മാതാവ് തരുന്നുണ്ട്. ഒറ്റപ്പെട്ടു തോന്നുന്ന അവസരങ്ങളിലൊക്കെ ഈശോയും മാതാവും കൂടെ നിൽക്കുന്നു എന്നുള്ള ഒരു തോന്നൽ എന്നെ ധൈര്യപ്പെടുത്തുന്നു. എവിടെ പോയാലും എൻ്റെ ജീവിത പങ്കാളിയും കുഞ്ഞുങ്ങളും സ്കൂളിൽ പോയാലും പരീക്ഷയ്ക്ക് പോയാലും എവിടെ പോയാലും ഉടമ്പടി തൈലം തൊട്ട് പ്രാർത്ഥിച്ചേ പോകുള്ളൂ. സന്ധ്യാപ്രാർത്ഥനയിൽ ആവുന്നത്ര ഉത്സാഹത്തോടെ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ കുർബാനയിൽ സാധിക്കുന്ന ദിവസങ്ങളിൽ ഞായറാഴ്ച ദിവസങ്ങളിലും സാധിക്കുന്ന ദിവസങ്ങളിൽ പങ്കുകൊള്ളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആത്മീയമായി കൂടുതൽ വളരാൻ സഹായിച്ചു. പ്രേക്ഷിത പ്രവർത്തനം പത്രം ഞാൻ വിതരണം ചെയ്യുന്നത് ധൃതി വെച്ച് വിതരണം ചെയ്യുകയില്ല. ഞാൻ വീട്ടിൽ കൊണ്ടുവച്ച് അത് പ്രാർത്ഥിച്ചിട്ടാണ് ഓരോ വ്യക്തികൾക്കും കൊടുക്കാൻ പോകുന്നത്. ചിലർക്ക് ആദ്യമൊക്കെ ചിലർക്ക് കളിയാക്കുമായിരുന്നു. ഇതൊക്കെ പണ്ടത്തെ അല്ലേ ഇപ്പോൾ എന്നായിരുന്നു ഞാൻ പറയും, പണ്ടത്തേതാണെങ്കിലും ഇപ്പോഴത്താണെങ്കിലും വചനത്തിന് മാറ്റമില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം എന്നും ജീവനുള്ളതാണെന്ന് ഞാൻ പറഞ്ഞ് ഇത് കൊടുക്കും. അങ്ങനെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ യൂട്യൂബിലെ വീഡിയോകളും ക്ലാസ്സുകളൊക്കെ ഞാൻ അയച്ചു കൊടുക്കുന്നുണ്ട്. പത്രവിതരണം എല്ലാ വ്യക്തികൾക്കും ജാതിപത എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആത്മീയമായി ഒത്തിരിയേറെ വളരുവാൻ സഹായിച്ചു. കാരുണ്യ പ്രവൃത്തികളായിട്ട് ഒത്തിരി ഒന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ എന്നെ സാധിക്കുന്ന രീതിയിൽ ചെയ്യുന്നുണ്ട്. രോഗികളെ പോയി സന്ദർശിക്കുകയും അവർക്ക് വേണ്ടി തൈലം തൊട്ട് പ്രാർത്ഥിക്കുകയും 3 ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടി എന്ന രീതിയിൽ ഉപവാസത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. രോഗികൾക്ക് സൗഖ്യം കിട്ടിയതായിട്ടുണ്ട്. അവരെ കൂടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ആ സാക്ഷ്യം പറയാൻ അനുവാദമില്ല. പിന്നെ ചാരിറ്റബിൾ ട്രസ്റ്റുകൾക്ക് പിരിവ് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം വേണ്ടുന്ന ആൾക്കാരെ സമീപിക്കുമ്പോൾ അവരും അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുന്നുണ്ട്. ഈ കൃപാസനത്തിലേക്ക് ഈ അനുഗ്രഹങ്ങൾ തരുവാൻ എന്നെ വിളിച്ചു ചേർത്ത പരിശുദ്ധ അമ്മയ്ക്കും തമ്പുരാനും 1000 നന്ദി അർപ്പിച്ചോളും.